ഈ പാട്ടും കേട്ടിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന പണീൻ്റെ ഭാരം അത്രയായിട്ട് മനസ്സിലാവില്ല കേട്ടോ. ഇത് ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ടിപ്പാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുവരെയായിട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വീട്ടിലത്തെ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഇറങ്ങാനാണ്. വേറൊന്നല്ല, ഈ ഒരു ബോക്സ് നമുക്ക് പാർസൽ അയക്കാനുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല അയിലക്കൂട്ടാനാണ് കറി. അടുക്കളയിലെ ഇത്രയും നേരം പണിയെടുത്ത് നിങ്ങളടുത്ത് വർത്തമാനം പറഞ്ഞ സമയത്ത് നിങ്ങൾ ആരും അതൊന്നല്ല ശ്രദ്ധിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടോ. നമ്മൾ ആ കാർഡ്ബോർഡ് ബോക്സിൽ എന്താണ് കൊടുത്തയക്കാൻ വെച്ച സാധനം എന്നല്ലേ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. നിക്ഷാലിന് വന്നിട്ടേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലത്തെ ഐറ്റംസിന്റെ വീഡിയോ കാണിക്കുന്ന സമയത്തെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇപ്പൊ വെട്ടിലായത്. കസിൻസുകളെയും ഫ്രണ്ട്സിന്റെ ഒക്കെ ഹൗസ് വാർമിങ് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എനിക്കാണ് കേട്ടോ പണിയുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് സാധനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങാന്ന് വിചാരിച്ചിട്ടോ ഇപ്രാവശ്യം വന്നത്. പക്ഷെ ഇപ്രാവശ്യം അതിനെക്കാട്ടും ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ ഓരോന്നും വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളെ സെറാമിക്കിന്റെ ആണ്. നമ്മളെ സ്പൂണ് ഫോർക്കൊക്കെ അല്ലേ, അത് ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റും. ഇനി വെള്ളമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു പ്ലേറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് അവിടെ നിന്നോട്ടെ. ഈ ഒരു ജഗ് മാത്രമല്ല കേട്ടോ, ഇതിന്റെ കൂടെ കപ്പ് ആൻഡ് സോസറും ഉണ്ട്. നമ്മുടെ ടേബിളിലൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. സ്പൂണും ഫോർക്കൊക്കെ വെക്കുന്ന ഓൾറെഡി നമ്മളൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ സ്പൂണ് കയ്യില് കാര്യങ്ങളൊക്കെ നമ്മളെ കിച്ചണിൽ വെക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റം കേട്ടോ. ഓൾറെഡി ഒന്ന് ഞാൻ വാങ്ങിയോണ്ട് ഇത് ഞാൻ വാങ്ങുന്നില്ല. എന്റെ അടുക്കള ചെറുതാണ്, ഭംഗി ഉണ്ടാവില്ല ഇതൊക്കെ വാങ്ങി വെക്കുമ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കും കേട്ടോ. പക്ഷെ നമ്മളെ ചെറിയ അടുക്കള ആണെങ്കിലും ഓർഗനൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഭംഗി കൂടുക. അപ്പൊ നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട്, അത് പ്രീമിയം ക്വാളിറ്റിയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. ഓരോന്നിന്റെ റേറ്റും കാര്യങ്ങളും നോക്കിയിട്ടേ ഇതുപോലെ കാട്ടിലേക്ക് വെക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം കേട്ടോ. എന്റെ വീട്ടിലേക്കാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നിപ്പോട്ടോ. അത്രയ്ക്കും യുണീക്ക് ആയിട്ടുള്ള ഐറ്റമാണ് ഓരോന്നും. ഗ്യാസിന്റെ ഒക്കെ തൊട്ടടുത്ത് കൗണ്ടർ ടേബിളിൽ വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്പൈസസ് ബോക്സ് ഉണ്ട്, മസാല ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓയിൽ ക്യാനും ഉണ്ട്. വൃത്തിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൂടുതലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാപ്പിയും ചായയും സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ നമ്മളെ നോട്ടീസ് ചെയ്യും. പ്രത്യേകിച്ച് കപ്പിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ട്രെയിനിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നല്ല യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് നമ്മളെ നിക്ഷാലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ 2 എണ്ണം ഇരുന്നോട്ടെ. ആ ഒരു സെക്ഷനിൽ മാത്രമേ ഐറ്റം ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് ബില്ലൊക്കെ ചെയ്ത് പോകാൻ ഒരുങ്ങുമ്പോഴാണ് കണ്ടിട്ടുള്ളത് ആ ഒരു ഭാഗം മൊത്തം കേട്ടോ. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ്. അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കണ്ടെയ്നർ കാണുമ്പോ സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകുന്ന അവസ്ഥ. ഈ ഒരു ഐറ്റമേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വെയിറ്റ് ഇല്ലാന്ന് തോന്നും, പക്ഷെ ഗ്ലാസിന്റെ ഐറ്റം ആണ്. നമ്മുടെ നട്ട്സ് ഒക്കെ ഇട്ട് വെക്കുന്നില്ലേ, അതുപോലത്തെ കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയത് വേറൊരു എഗ്ഗിന്റെ ട്രേ ആട്ടോ. അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു മോഡൽ സ്ലോപ്പ് ആയോണ്ടേ ഓരോ കോഴിമുട്ട എടുക്കുന്ന സമയത്ത് അത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് കിട്ടോ. അടിപൊളിയായിട്ട് ഐറ്റമാണ്. ഇതുപോലെ ഹാൻഡി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. വീട് എത്ര ക്ലീനിൽ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിലും ഈ വാഷ് ബേസിന്റെ ഏരിയ ഫുൾ എപ്പം നോക്കിയാലും കച്ചറായിട്ടാ. വേറൊന്നല്ല, ടിഷ്യൂ പേപ്പർ എടുക്കുക, ചുരുട്ടിയിട്ടല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. ടിഷ്യൂ പേപ്പർ ഇവിടെ വെക്കും ചെയ്യുക, ഉപയോഗിച്ച ശേഷം ഇതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചെടുത്ത് കളയും ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കപ്പ് സാസറൊക്കെ ചിരട്ടേണ്ട. പക്ഷേ അല്ലേ ജഗ്ഗും ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ കൂടെ തന്നെ കപ്പും കൂടി ഉണ്ട്. മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ പറഞ്ഞുതരാം. ഓണമൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനി ഉപ്പേരി, അവിയല്, കൂട്ടുകറി, അങ്ങനത്തെ എല്ലാ ഐറ്റമും ഒരു പ്ലേറ്റിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. കമന്റ് ബോക്സിലെ ലിങ്ക് എവിടുന്നാ വാങ്ങിയ ഈ ചോദ്യം ഇനിയെങ്കിലും അവസാനിക്കട്ടോ. വേറൊന്നല്ല, നമ്മളെ ഓയിൽ ക്യാൻ 1 ലിറ്ററിന്റെയും ഉണ്ട്, അതേപോലെ 1/2 ലിറ്ററിന്റെയും അവൈലബിൾ ആണ്. പണ്ടേ വീട്ടിൽ സ്ഥിരമായിട്ട് കുക്കർ രാവിലെ കൂക്കൂട്ടോ. വേറൊന്നല്ല, പാല് തിളപ്പിക്കുന്ന കുക്കറില്ലേ. പക്ഷെ അതിന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഈ ഒരു ഐറ്റം. ഇത് വിസിൽ വരുന്നതും ഉണ്ട്, വിസിൽ വരാത്തതുണ്ട്. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ പഴയ കുക്കർ ആരും മറക്കണ്ട, പഴയ കുക്കറും മാർക്കറ്റിലുണ്ട്. എന്നാലും പോർഷനൊരു കുറവ് വരുത്തരുത്. അതുകൊണ്ട് ഒരു ജഗ്ഗായിട്ട് യൂസ് ചെയ്യാനൊന്നും, അതേപോലെ നമ്മളെ പാലൊക്കെ തിളപ്പിച്ച് വിസിലൊക്കെ വരാൻ തക്കണം വരണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഈ ഒരു വൈറ്റ് കളർ കുക്ക്വെയർ സെറ്റ്. അത് 5 പീസ്. അതിന്റെ പുതിയൊരു കളക്ഷൻസ് തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു 5 പീസ് മാത്രമല്ല കേട്ടോ, ഇതിന്റെ കൂടെ 2 സ്പാച്ചില അവൈലബിൾ ആണ്. ആ ഒരു വൈറ്റ് 5 പീസ് ആണെങ്കിൽ ഈ ഒരു ഐറ്റം 6 പീസ് ആട്ടോ. ഇതിൽ ഏറ്റവും വെറൈറ്റി ആക്കിയത് ഈ ഒരു 2 ഐറ്റമാണ്. വീട്ടിലെ എത്ര തിരക്കുണ്ടെങ്കിലും കിച്ചണും അതേപോലെ വീടും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. അടുക്കള ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഈ ഒരു സിലിക്കോൺ മാറ്റ് ആണ് കേട്ടോ. വേറൊന്നല്ല, കട്ടിങ്ങും കാര്യങ്ങളും ഇതിൽ വെച്ച് നടക്കും ചെയ്യും. ഇനി അഥവാ പത്തിരിക്ക് എങ്ങാനും കുഴക്കണമെങ്കിൽ ഇതിൽ വെച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. എന്റെ വീട്ടിലെ നേതാവിന്റെ വെള്ളമുണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കളർ അതിൽ ഒട്ടിപ്പിടിക്കട്ടോ. അപ്പൊ ഇവർ പറയുന്നത് എന്താ, ഇതിലുള്ള ഒരു പീസ് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കളർ കംപ്ലീറ്റും ഇത് പിടിച്ചോളൂ എന്നാ പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. 1 അല്ല 2 അല്ല 3 കേട്ടോ. ഇത് എന്റെ പേഴ്സണൽ കാര്യത്തിനാണ്. വേറൊന്നല്ല, കിച്ചൺ വൈപ്സ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഐറ്റം ആണ് ഇത്. ഇതിൽ തന്നെ
നമ്മളെ ഷൂ വൈപ്സും ഉണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് ആവശ്യമില്ല, അത് അവിടെ കിടക്കട്ടെ. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പർച്ചേസും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പർച്ചേസ് നേരെ വന്നോളൂ നിക്ഷാനിലേക്ക്. ഇനി ദൂരമുള്ള ആൾക്കാരെ ഓരോ തരത്തിലുള്ള ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിക്ഷാന്റെ ഓൺലൈൻ വെബ്സൈറ്റിലെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റമും അവൈലബിൾ ആണ്. സോ വിസിറ്റ് നിക്ഷാൻ.